السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ എൻ്റെ യാത്രയിൽ ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ വഴിയിലായിരുന്നപ്പോൾ ആട്ടിടയൻ ആടുകളെ തെളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. ഞാൻ അവനോട് ചോദിച്ചു, നീ ആരുടെ പണിക്കാരനാ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, അയാൾ ഇന്ന ആൾ ഖുറൈശിൽ നിന്നുള്ള ഒരാളുടെ പണിക്കാരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അയാളെ മനസ്സിലായി. ഞാൻ ചോദിച്ചു, നിൻ്റെ ആടുകളുടെ അടുത്ത് പാലുണ്ടോ എന്ന് ചോദിച്ചു. ഉവ്വ എന്ന് അവൻ മറുപടി പറഞ്ഞു. എനിക്ക് നീ കുറച്ച് പാല് തരുമോ എന്ന് ചോദിച്ചു. അയാൾ ഉവ്വ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവന് ഉത്തരവിട്ടു, അല്ലെങ്കിൽ പറഞ്ഞു എനിക്ക് പാല് വേണമെന്ന്. അപ്പോൾ അവൻ ആടുകളുടെ കാല് കെട്ടി. ഞാൻ അവനോട് പറഞ്ഞു, അകിട് കഴുകുക, അപ്പോൾ അവിടെയുള്ള പൊടിയൊക്കെ പോകാനും നീ നിൻ്റെ കയ്യും കഴുകുക എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കൈ കൂട്ടിക്കൊട്ടി കയ്യിലുണ്ടായിരുന്ന പൊടികൾ കളഞ്ഞു. എന്നിട്ട് അയാൾ പാല് കറന്നു. അപ്പം ഞാനത് ആ പാല് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഒരു പാത്രത്തിൽ വെച്ചു. എന്നിട്ട് അതിൻ്റെ മുഖം അടച്ചു ഒരു തുണി കൊണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്ത് തുണിയിട്ട് മൂടിയിട്ട് അതിൻ്റെ പുറത്തേക്കൂടെ വെള്ളം ഒഴിച്ചു, പാല് തണുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തേക്ക് എടുത്തുകൊണ്ട് ചെന്നു. എന്നിട്ട് പറഞ്ഞു, കുടിക്കൂ അള്ളാഹുവിൻ്റെ റസൂലേ. അദ്ദേഹം അത് വയറ് നിറയുന്നവരെ, സന്തോഷം വരുന്നതുവരെ കുടിച്ചു. عن أبي بكر رضي الله عنه قال انطلقت فإذا أنا براعي غنم يسوق غنمه فقلت ممن أنت؟ قال لي رجل من قريش فسماه فعرفته فقلت هل في غنمك من لبن؟ فقال نعم. فقلت هل أنت حالب لي؟ قال نعم. فأمرته فاتقل شاة من غنمه ثم أمرته إن ينقض ضرع من الغبار ثم أمرته أن ينفض كفيه فقال هكذا. ضرب إحدى كفيه بالأخرى فحلب كثبة من لبن. وقد جعلت لرسول الله صلى الله عليه وسلم إداوة على فيه خرقة فصببت على اللبن حتى برد أسفله فانتهيت إلى النبي صلى الله عليه وسلم فقلت اشرب يا رسول الله فشرب حتى رضيت. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആടിൻ്റെ പാല് തണുപ്പിച്ച് കുടിക്കുന്നത് സുന്നത്താണ്. ഇതോടുകൂടി ഈ ഹദീസ് കിതാബ് തീരുന്നു. വളരെ ചെറിയൊരു കിതാബായിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. 45-ാമത്തെ കിതാബായിരുന്നു അൽ-ലുഖത്ത, അതായത് വീണ് കിടക്കുന്ന സാധനങ്ങൾ, വഴിയിലൊക്കെ കിടക്കുന്ന പേഴ്സ്, പൈസ, കാർഡ്, അതിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ. അത് പരസ്യമായി വിളിച്ചു പറയണം എന്നും അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഓർത്തു വയ്ക്കണമെന്നും, അത് പാത്രത്തിൻ്റെ കെട്ടിയിരിക്കുന്ന നൂലിൻ്റെയും. എന്നിട്ട് അത് അതിൻ്റെ ഉടമസ്ഥൻ വന്ന് ചോദിച്ചാൽ അയാൾക്ക് തിരിച്ചു കൊടുക്കണം എന്നുമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ചില കാര്യങ്ങളിൽ റസൂൽ പറഞ്ഞിരിക്കുന്നത് ഒരു കൊല്ലം വിളിച്ചു പറയണമെന്നും, ചിലതിൽ 2, ചിലതിൽ 3, ചിലതിൽ 4 വരെ പോയിട്ടുണ്ട്. ഏകദേശം മനസ്സിലാവുന്ന അതിൻ്റെ ഉടമസ്ഥൻ എപ്പോൾ വന്ന് ചോദിച്ചാലും നമ്മൾ കൊടുക്കണം. നമുക്കത് ഉപയോഗിക്കാം പരസ്യമാക്കിയതിന് ശേഷം. പക്ഷേ അതിൻ്റെ ഉടമസ്ഥൻ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ കയ്യിൽ വേറെ പൈസ ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന് തുല്യമായ സാധനം ഉണ്ടാവണം. നശിച്ചു പോകുന്ന സാധനമൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ പഴങ്ങൾ അല്ലെങ്കിൽ തുണിയൊക്കെ ആണെങ്കിൽ 10 കൊല്ലം 5 കൊല്ലം വച്ചേർന്നിട്ട് കാര്യമില്ല. ഉപയോഗിക്കുകയും അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഓർത്ത് വയ്ക്കുകയും ചെയ്തിട്ട് അതിന് തുല്യമായത് കൊടുക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടത്. അതല്ലെങ്കിൽ ഉസ്താദന്മാരോടൊക്കെ ചോദിച്ചിട്ട് കിട്ടുന്ന സാധനം വിലപിടിപ്പുള്ള പേഴ്സൊക്കെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് കണ്ടുപിടിച്ച് പരിഹരിച്ച്, അല്ലെങ്കിൽ അതിനെ വെരിഫൈ ചെയ്തിട്ട് അതാൾ തന്നെയാണോ എന്ന് ഉറപ്പാക്കി തെളിവുകളൊക്കെ കിട്ടിയതിന് ശേഷം കൊടുക്കുകയോ അതല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹു ആലം. ഒട്ടകങ്ങളെ കാണാതെ പോയാൽ അതിന് പിടിക്കാൻ പോകരുത്. അതിന് സ്വന്തമായിട്ട് കാലുണ്ട്, അതിന് സ്വന്തമായിട്ട് വെള്ളപ്പാത്രമുണ്ട്, അതിന് ഉയരമുള്ളതുകൊണ്ട് മരങ്ങളിൽ നിന്ന് വരെ തിന്നാൻ പറ്റും. താഴെ നിന്ന് മാത്രമല്ല, അതിന് സ്വന്തമായി നടന്നുപോയി വെള്ളം കുടിക്കാനുള്ള കഴിവുണ്ട്. അതിൻ്റെ ഉടമസ്ഥൻ അതിനെ കണ്ടുപിടിക്കുന്നതുവരെ അതങ്ങനെ നടന്നോട്ടെ എന്നാണ് റസൂൽ പറയുന്നത്. അത് റസൂലിന് തീരെ ഇഷ്ടപ്പെടാത്തൊരു ചോദ്യവുമായിരുന്നു. റസൂലിന് ദേഷ്യം വന്ന് മുഖം ചുവന്നിരുന്നു. കാണാതെ പോയ ആട്, കളഞ്ഞു കിട്ടുന്ന ആടാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ഉടമസ്ഥൻ വന്നാൽ അയാൾക്ക് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ അതിന് ചെന്നായി പിടിച്ചു തിന്നും എന്ന് റസൂൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 1 കൊല്ലമായിട്ടും അതിൻ്റെ ഉടമസ്ഥൻ വന്നില്ല, നമ്മൾ പരസ്യമായ അനൗൺസ്മെൻറ്റ് ചെയ്തു എങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അയാൾ വന്നാൽ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു മരക്കഷ്ണം അല്ലെങ്കിൽ ഒരു ചാട്ട കിട്ടി, അങ്ങനെയാണെങ്കിൽ അത് കടലിൽ നിന്നാണ് കിട്ടിയത്, അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മരക്കഷ്ണത്തിൻ്റെ വിധി നമ്മൾ കണ്ടു, നേരത്തെ ഒരു കിതാബിൽ നമ്മളത് കണ്ടതാണ്. അത് അയാൾക്ക് തന്നെ കിട്ടാനുള്ള പൈസയായിരുന്നു. ബനി ഇസ്രായേലിൽ നിന്നുള്ള 2 നല്ല വിശ്വാസികൾ തമ്മിലുള്ള കടം വാങ്ങിക്കലും കൊടുക്കലിൻ്റെ കഥയായിരുന്നത്. ചാട്ട ഒരു യുദ്ധസമയത്ത് ഒരാൾക്ക് കിട്ടിയതാണ് എന്ന് നമ്മൾ കണ്ടു. അത് ഉപയോഗിക്കാം. 1 വർഷത്തേക്ക് പരസ്യമാക്കണം. അത് വന്നാൽ തിരിച്ചു കൊടുക്കണം. അതിൽ ഉപയോഗിക്കാവുന്നതാണ്.
വഴിയിൽ ഈന്തപ്പഴം കിടക്കുന്ന കണ്ടാൽ അത് എടുത്തു തിന്നാവുന്നതാണ്. അത് വഴിയിലാണ്, മറ്റൊരാളുടെ പറമ്പിലല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിന്നില്ല. കാരണം ഈ പ്രവാചകന്മാർക്ക് എല്ലാവർക്കും സദക്ക ഹറാമാണ്. അപ്പോൾ അത് സദക്കയുടെ ഒരാൾ കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് വീണ് പോയതാണെങ്കിൽ അത് റസൂലിന് തിന്നാൻ പാടില്ല, അതുകൊണ്ട് തിന്നില്ല. അതുപോലെ കട്ടിലിൽ ചിലപ്പോഴൊക്കെ, അല്ലെങ്കിൽ കിടക്കുന്ന വിരിപ്പിൽ പായിൽ ചിലപ്പോഴൊക്കെ ഈന്തപ്പഴം ഉണ്ടാവാറുണ്ടായിരുന്നു. റസൂൽ അത് തിന്നാറില്ലായിരുന്നു. അത് സദക്കയാണോ അല്ലയോ എന്ന് അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് അത് തിന്നാവുന്നതാണ്. മക്കയിൽ ലുക്കത്ത വിളിച്ചു പറഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ഇപ്പോഴത്തെ രീതിയിൽ എടുക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ഇടുക, അതല്ലെങ്കിൽ ഉസ്താദന്മാരോട് ചോദിച്ച് വ്യക്തമാക്കിയ ശേഷം എന്താണ് വേണ്ടതെന്ന് ചെയ്യുക. മക്കയിലെ മൃഗങ്ങളെ ഓടിക്കാൻ പാടില്ല, മക്കയിലെ മുൾച്ചെടികളെ പോലും പറിച്ചു കളയാൻ പാടില്ല, മക്കയിലെ പുല്ല് പറിക്കാൻ പാടില്ല, മക്കയിൽ വീണടക്കുന്ന സാധനങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടല്ലാതെ എടുക്കാൻ പാടില്ല. ഇതാണ് ഹറമിൻ്റെ നിയമങ്ങൾ. അവിടെ വേട്ടയാടാൻ പാടില്ല, അവിടെ യുദ്ധം ചെയ്യാൻ പാടില്ല, മൃഗങ്ങളെ അതിൻ്റെ ഉടമസ്ഥൻ്റെ അനുവാദം കൂടാതെ കറന്നെടുക്കാൻ പാടില്ല. കാരണം ഒരു കടയിൽ കയറി അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ അയാളുടെ ഉടമസ്ഥൻ്റെ അനുവാദമില്ലാതെ എടുത്തുകൊണ്ട് പോകുന്നതിന് തുല്യമാണ് അത്. കാരണം അകിട് എന്ന് പറയുന്ന, ഒരു മൃഗത്തിൻ്റെ അകിട് എന്ന് പറയുന്ന അതിൻ്റെ ഉടമസ്ഥൻ്റെ കടയാകുന്നു. അവിടെ അയാളുടെ സാധനങ്ങൾ വച്ചിരിക്കുകയാണ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അയാളുടെ അനുവാദമില്ലാതെ അത് എടുക്കരുത്, അത് കളവിന് തുല്യമാണ്. കാണാതെ പോയ സാധനത്തിൻ്റെ ഉടമസ്ഥൻ 1 വർഷത്തിന് ശേഷമാണ് വരുന്നതെങ്കിലും അയാൾക്കത് കൊടുക്കണം. കാരണം അത് നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്വത്താവുന്നു. താഴെ വീണ് കിടക്കുന്ന ഒരു സാധനം അത് നശിച്ചു പോവും എന്നുള്ളതാണ് എങ്കിൽ, ഇപ്പോൾ പഴങ്ങൾ 2 ദിവസം കഴിഞ്ഞ് പിന്നെ അത് തിന്നാൻ കൊള്ളൂല, വെയിലത്ത് കിടക്കുന്ന അല്ലെങ്കിൽ തറയിൽ കിടക്കുന്നു, അങ്ങനെയാണെങ്കിൽ അതല്ലെങ്കിൽ തുണി, അതല്ലെങ്കിൽ അതുപോലെ കാലബന്ധിതമായ സാധനങ്ങൾ, ഇപ്പോൾ സ്വർണ്ണനാണയാണെങ്കിൽ ചിലപ്പോൾ അവിടെ കിടന്ന് അവിടെ തന്നെ കിടന്നുകൊള്ളുമായിരിക്കും കാലങ്ങളോളം. ബാക്കി സാധനങ്ങൾ നശിച്ചു പോവും എന്നുള്ള സാധനങ്ങളാണ് അവിടെ വീണ് കിടക്കുന്നതെങ്കിൽ അത് എടുക്കാമോ? നമുക്ക് എടുക്കാവുന്നതാണ്, അത് ഉപയോഗിക്കാം. പക്ഷെ പരസ്യപ്പെടുത്തണം. എന്നിട്ട് അതിൻ്റെ ഉടമസ്ഥൻ വന്നാൽ അതിന് തുല്യമായത് തിരിച്ചു കൊടുക്കുകയോ ചെയ്യണം. ആരെങ്കിലും ഒരാൾ ലുക്കത്ത എടുത്തു, അനൗൺസ്മെൻറ്റ് ചെയ്തു, പരസ്യപ്പെടുത്തി 1 കൊല്ലം കാത്തിരുന്നു, എന്നിട്ട് അത് സ്വന്തമായിട്ട് ഉപയോഗിച്ചു വരാത്തതുകൊണ്ട് അത് അവിടുത്തെ ഭരണാധികാരിക്ക് കൊടുത്തില്ല. അത് അനുവദനീയമാണ് ഇസ്ലാമിക നിയമം അനുസരിച്ച്. പക്ഷേ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രമല്ലാത്തതുകൊണ്ട് നമ്മൾ കഴിയുന്നതും അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹു ആലം. ഇതിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മൾക്ക് ഉപകാരപ്രദമാക്കി തരട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ആലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.